ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീര കൃഷിയെ പറ്റിയാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ അധികം കേടൊന്നും കൂടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര. ചുവന്ന ചീരയായാലും പച്ചച്ചീരയായാലും നമുക്ക് വേനൽക്കാലത്താണ് ചീര കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല സമയം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെയുള്ള ചീര നല്ല കരുത്തോടു കൂടി, അതും 10-12 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റുന്ന പാകത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. പലരും ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പാകുന്ന വിത്തുകൾ മുഴുവൻ മുളയ്ക്കാതെ പോവുകയും, അതുപോലെ തന്നെ അതിന് എന്ത് വളങ്ങൾ കൊടുത്താലാണ് അത് പെട്ടെന്ന് തന്നെ നല്ല കരുത്തോടെ, അത് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുക എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ചീര നിലത്തും ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റും. ടെറസിന് മുകളിലായതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗിലാണ് കേട്ടോ ചീര പാകുന്നത്. നല്ല ഇളക്കമുള്ള പോട്ടി മിക്സിൽ വേണം ചീര വിത്ത് പാകാനായിട്ട്. കാരണം ഇളക്കമുള്ള മണ്ണായാൽ മാത്രമാണ് ചീര പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുകയുള്ളൂ. ചീര നമുക്ക് നിലത്തും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യാവുന്നതാണ്. ടെറസിന് മുകളിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് ഗ്രോ ബാഗിലാണ് കേട്ടോ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ മണ്ണ്, മണൽ, അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറ്, നല്ല വേനൽക്കാലം ആയതുകൊണ്ട് എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ വളമായിട്ട് ഞാൻ ഇതിൽ ചാണകപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിത്ത് പാകാൻ ആവശ്യമുള്ള ചീരയുടെ വിത്തെടുക്കാം. എല്ലാവരും ചീരയുടെ വിത്ത് പാകുമ്പോൾ അത് അധികം മുളയ്ക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അത് നമ്മൾ പാകി കഴിയുമ്പോൾ തന്നെ അത് ഉറുമ്പ് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിത്തുകളും നമുക്ക് മുളച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ചീരവിത്തിൻ്റെ കൂടെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ റവ ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് തൂകി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയായാലും നമ്മുടെ ചീര വിത്തുകളൊക്കെ മുളച്ച് കിട്ടുന്നതായിരിക്കും. ഇനി ഈ വിത്താണ് കേട്ടോ ഞാൻ ഈ ഗ്രോ ബാഗിലേക്ക് പാകി കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് തൂക്കി കൊടുക്കാം. നമ്മൾ ഗ്രോ ബാഗിൽ ചീരയുടെ വിത്ത് ഇപ്പോൾ പാകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണ്, വളരെ കനത്തിലൊന്നും ഇട്ട് കൊടുക്കണ്ട, ചെറുതായിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് തൂക്കി കൊടുക്കാം. നമ്മുടെ ചീര വിത്തിന് മുകളിലേക്ക് നമ്മൾ ഇതുപോലെ മണ്ണ് തൂക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ റവ കൂടി ചീരയുടെ വിത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഉറുമ്പുകൾ റവ മാത്രമാണ് കേട്ടോ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചീരയുടെ വിത്ത് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ചു വരുന്നതാണ്. ഇനി ഇത് നമുക്ക് നനച്ചു കൊടുക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചീരയുടെ വിത്ത് നട്ടതിന് ശേഷം അധികം കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണസ് കലക്കിയിട്ടുള്ളതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് നമുക്ക് നനച്ചു കൊടുക്കണം വിത്ത് പാകിയതിന് ശേഷം. കീടശല്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചീര നന്നായി വളർന്നു കിട്ടും. ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ചിട്ടുണ്ട്. ഇത് ഇനി വളരെ പെട്ടെന്ന് തന്നെ, അധിക ദിവസങ്ങളാകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് മുളച്ചു വരുന്നതാണ്. ഇത് നമ്മൾ അങ്ങനെ 13-14 ദിവസമായിട്ടുള്ളൂ നമ്മൾ ഈ ചീര പാകിയിട്ട്.
ഇതിൻ്റെ തണ്ടുകളൊക്കെ കണ്ടോ, നല്ല മാതിരി കനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കേടും കൂടാതെയാണ് ഇതൊക്കെ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള വളം, നമ്മൾ ഇതുപോലെ ചീരവിത്ത് പാകിയതിന് ശേഷം നമ്മൾ ഇത് ആറില പരുവമായപ്പോൾ മുതൽ പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളിയാണ് ഒഴിച്ചു കൊടുത്തത്. ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ചീര നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വിളവെടുക്കാൻ പാകത്തിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പച്ചച്ചാണകം കലക്കി ഇതുപോലെ തെളി മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ അങ്ങനെ കലക്കിയ ശേഷം അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് കിടക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തെളി ഒഴിച്ചു കൊടുക്കുക ആഴ്ചയിൽ 2 ദിവസം. ഇത്ര മാത്രം നമ്മൾ ചീരയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടം പോലെ ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ചീര കൃഷി ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ബോക്സിലാണ് കേട്ടോ. നമ്മുടെ വലുതായ ചീരയൊക്കെ മുറിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിൽ തന്നെ ചെറിയ ചീരകൾ തൈകളൊക്കെ ഉണ്ട്. അതൊക്കെ മുളച്ച് വീണ്ടും വലുതായിട്ടുണ്ടാവും. ഇത് നമ്മുടെ ടെറസിലെ ചീര കൃഷിയാണ്. ഇപ്പോൾ നമ്മുടെ ചീര വിളവെടുക്കുകയാണ് കേട്ടോ. ഇത്രയും ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചീര കൃഷി ചെയ്ത് നോക്കണം കേട്ടോ.